കാസർഗോഡ് പട്ടാപ്പകൽ സിനിമാ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ കാറിലെത്തിയ ആന്ധ്രയിൽ നിന്നുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. കർണാടക ഹാസനിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. കെ വി ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് നഗരത്തിലെ തന്നെ ഒരു ഹോട്ടൽ സമീപം ഇത്തരത്തിൽ പട്ടാപ്പകലാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാളെ ഒരു കറുത്ത കാറിലെത്തിയ ഈ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അവിടെയുള്ള ഈ ഹോട്ടലിലെ സെക്യൂരിറ്റിയാണ് ഇതിൽ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ ഒരു വാഹനം തലപ്പാടി അതിർത്തി കടന്ന് പോയി എന്ന ഒരു വിവരം ലഭിക്കുന്നത്. അങ്ങനെ കർണാടക പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഹാസൻ സകലേശപുരിൽ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ടൗൺ പോലീസ്. നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 ആന്ധ്ര സ്വദേശികൾ അറസ്റ്റിലായിട്ടുണ്ട്. അതോടൊപ്പം 3 പേർ ഈ മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട്, കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണം ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ കളിച്ചത്. അതായത് പഴയ നിരോധിക്കപ്പെട്ട 2000 രൂപയുടെ നോട്ട് അത് നൽകാമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്നും ഈ ആന്ധ്ര സ്വദേശികളിൽ നിന്നും പണം വാങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ പണം ഇതിന് പകരം 2000-ന്റെ നോട്ട് ഇവർക്ക് തിരിച്ചു നൽകിയില്ല. അങ്ങനെയാണ് ഒരു 3 ദിവസം മുമ്പ് തന്നെ ഈ ആന്ധ്ര സ്വദേശികൾ ഇവിടെ എത്തുകയും കൃത്യമായി ഇയാളെ നിരീക്ഷിക്കുകയും ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നത് പുറത്ത് വിവരം അറിയുന്നതും പിന്നീട് പോലീസിന്റെ വലിയ തോതിലുള്ള അന്വേഷണം നടത്തുന്നതും വൈകിട്ടോടു കൂടി തന്നെ ഈ സംഘം അറസ്റ്റിലാവും. 150 കിലോമീറ്ററോളം ദൂരത്താണ് ഇവർ പോലീസിന്റെയും ഇത്തരത്തിൽ ഇവരുടെ കണ്ണ് വെട്ടിച്ച് ഈ രക്ഷപ്പെട്ട് എന്ന് ഓർക്കണം. ഏതായാലും സകലേശ്പുരയിൽ നിന്നും ഇയാളെ അടക്കം ഹനീഫിനെ അടക്കം ഈ വാഹനം ഉൾപ്പെടെ പോലീസ് പിടിക്കുകയായിരുന്നു. അങ്ങനെ കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നുണ്ട്. ഇതിൽ കാസർഗോഡ് സ്വദേശിയും ഇതിലൊരു കൊട്ടേഷൻ നൽകിയെന്ന വിവരം അറിയുന്നുണ്ട്. ഏതായാലും വലിയ ദുരൂഹത ഈ സംഭവത്തിലുണ്ട്. ഇതൊക്കെ ഇനി പുറത്തറിയാനുണ്ട്. ഇപ്പോൾ ഇവരെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് അശ്വതി. ശരി ബൈജു.